ഹലോ 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 സൽഗുണേട്ടാ, ഓ നിങ്ങളെന്ത് ഇന്ന് നല്ല പണിയാ ചെയ്തത്? നിങ്ങളെന്ത് പണിക്ക് വരും പറഞ്ഞിട്ട് പണിക്ക് വരാഞ്ഞത്? ഇതാരാനു? സത്യനാന്ന് കരിമലല്ലേ? പണിക്ക് വരുന്നോ? ഞാൻ പറഞ്ഞിക്കോ? അതെന്താ നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ പണി? സാവിത്രേച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞിക്കല്ലോ, ഞാന് നിങ്ങൾ വരുമെന്ന് പറഞ്ഞിക്കല്ലോ, എന്തായാലും വരുമെന്ന് പറഞ്ഞിക്കല്ലോ. ഓൾ എന്നോടൊന്നും പറഞ്ഞിക്കില്ലേ? എന്താ ചെയ്യാ, ഞാൻ ഇന്നലെ പറഞ്ഞാന്ന്. എന്തെന്നാ പരിപാടി എന്ന് പറഞ്ഞ്? 2ാം നിലയിലേക്ക് കല്ലെടുത്ത് തരാനാന്ന്. കല്ല് മോളിൽ ഇഞ്ഞ് കെട്ടുന്നാ? ഞാൻ കെട്ടുക മേല. അല്ല മോനെ, അത് പിടുത്തം വിട്ട എന്റെ മേലങ്ങ് വീണിക്കിട്ട് ഞാൻ ചത്തുപോകില്ലേ? അങ്ങനെയാന്ന്. ഞാളൊക്കെ എത്ര ചാണ്. എന്റെ മോനെ 2-3 കുട്ടികളുള്ള ഇവിടെ അയറ്റുകൾ അനാഥരായി പോകില്ലേ? അങ്ങനെയാന്ന്. ഞാളെ മക്കളൊക്കെ അനാഥരായിപ്പോണ്ടേ. ഞാൻ എത്ര കാലായി പണിക്ക് പോന്ന്. എന്തെന്നാ ഇത്? ഞാനില്ലേ അങ്ങനത്തെ പണിക്കൊന്നും എനിക്കാകില്ല. ഓരോരോ ആപത്ത് ഉണ്ടാക്കുന്നത്. നീ വെച്ചോ. എന്താ സാവിത്രി, എവിടുന്നാ വരുന്നേ? ഞാൻ കുടുംബശ്രീക്ക് പോയതാ ജോസേട്ടാ. കുടുംബശ്രീ എന്നെല്ലാം കൂടി കടമെല്ലാം എടുത്തിട്ട് ഞാനെല്ലാം കൂടി ഒരു വൈക്ക് അയക്കി. ഈ മനുഷ്യനാന്നെ ഒരു പണിക്കും പോകുകയല്ല. എന്താ ചെയ്യണ്ടേന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊന്ന് പറഞ്ഞിട്ട് അയാൾ എങ്ങനെയെങ്കിലും ഒന്നും ഒരു പണിക്ക് കൊണ്ടുപോകണം. നിങ്ങളെല്ലാരും അയാളെ ദിവസം കാണുന്നല്ലേ? അപ്പൊ അങ്ങനെയാണ് സ്ഥിതി അല്ലേ? അവന് പണിക്ക് പോകാണ്ട് വീട്ടിലെന്താ പണി? എന്ത് പണി? ഈ പൊരേ കുത്തിരിക്ക തന്നെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ ചായ, മിച്ചറ് കട്ടൻ ചായ, ഇത് തന്നെ പണി. വേറെ ഒരു പണിക്കും പോവുകയല്ല. ഒന്നോട്ട് പറഞ്ഞാലും കേൾക്കുകയല്ല. അല്ല കുഞ്ഞുമോളെ, ഇതിപ്പോ ഞാളിപ്പോ എന്താ ചെയ്യാ? നിങ്ങളൊന്ന് ഓരോട് പറഞ്ഞു നോക്ക്. എന്തെങ്കിലും ഒരു പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ഓല് കേൾക്കുണ്ടാവും. ഞാൻ ആ ശ്രീധരനെ കണ്ടൊന്ന് അവനോട് ഇങ്ങനെ ഒന്ന് പറയാം. പുല്ല് നിറഞ്ഞിരിക്കുന്നത് ഒതുകാണ്ടെങ്കിലും സൗകര്യം തരുന്നില്ല. എന്താ ശ്രീധര പണി? ഞാൻ മഞ്ഞളിലെ പുല്ലൊക്കെ ഒന്ന് പറിച്ചാനു. നമ്മുടെ സാവിത്രിയെ ഞാനിപ്പോ കണ്ടിരുന്നു. സാവിത്രി എന്നോട് കാര്യം പറഞ്ഞു. എന്താ ജോസേ പ്രശ്നം? നമ്മുടെ സൽഗുണം പണിക്കൊന്നും പോകുന്നില്ല. ഓൻ പൊരയെ തന്നെ കുത്തിരിക്കാന്ന്. നമുക്ക് 2 പേർക്കും കൂടി ഓനെ ഒന്ന് പോയി കാണുകയല്ലേ? ഇപ്പൊ തന്നെ പോയി കളിയാ. ഞാളെ ഒരുമിച്ച് പഠിച്ചല്ലേ? സൽഗുണ ഇന്നിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഒരു ചായ കുടിച്ചാനു. അല്ല സൽഗു, ഇനിയൊരു പണിക്കും പോകണ്ട എങ്ങനെയാടാ കുടുംബം കഴിയുക? ഞാനൊരു കാര്യം ചെയ്യാം. നിന്റെ മോൻ ഗൾഫിലുണ്ട്. ഓനോടൊരു വിസ അയച്ചു തരാൻ പറയാം. നിനക്ക് അവിടെ പോയിട്ട് നല്ല സുഖമായിട്ട് അവിടെ ജോലി ചെയ്യാം. എന്താ? അല്ല ജോസേട്ടാ, ഗൾഫിലൊക്കെ ഇപ്പൊ എങ്ങനെയാ പോവാ? വിമാനത്തിലാ? അല്ല മനുഷ്യന്മാരെ, നിങ്ങൾ പേപ്പറൊന്നും വായിക്കല്ല. വിമാനമൊക്കെ എത്രയാ തകരുന്നത്? ഒരു വിമാനത്തിൽ ഇപ്പൊ ഞാൻ കയറിയെന്ന് വെച്ചാൽ ഈ പൈസയും മുടക്കിയിട്ട് അതിൻ്റെ അകത്ത് കയറി അങ്ങ് എത്തുമ്പോൾ ബൈക്കിൽ കടലിന്റെ മേലെയൊക്കെ ചെന്നിട്ട് പൊട്ടിത്താറണം വീണുനേരം പോയില്ലേ? നിങ്ങൾ വേറെ എന്തെങ്കിലും പറയാല്ലാണ്ട് അവൻ നടത്തില്ല. ഇത് നല്ല ന്യായ. നഞ്ഞൊരു കാര്യം ചെയ്യും. എന്റെ മരുവനുണ്ട് തിരുവനന്തപുരം, ഹോട്ടലിലാ പണി. അവിടെ പോയി ഇന്നഞ്ഞി അവിടുത്തെ പണിയെടുത്ത് എന്തേലും പൈസയും കിട്ടൂ. തിരുവനന്തപുരം എത്ര കിലോമീറ്റർ ഉണ്ട്? ഇപ്പൊ തിരുവനന്തപുരത്തേക്കൊക്കെ എങ്ങനെ പോവുക നമ്മള്? ഈ വണ്ടിയിലൊക്കെ പോവുക എന്ന് പറഞ്ഞാല് എനിക്ക് പണ്ടത്തെ ഇതാ ഓർമ്മ വരുന്നത്. നമ്മളെ കടലുണ്ടിയില് ട്രെയിൻ അപകടം ഉണ്ടാക്കില്ലേ ജോസേട്ടാ? ആളാ മരിച്ചേ. ഇനി കഷ്ടകാലത്തിന് അതില്ല അങ്ങനെ കരിയിട്ട് പോകുമ്പോ മറ്റേ ട്രെയിനും ഇതും കൂടി ഒരു പാളത്തിലാച്ച എന്താ ശരി മനുഷ്യന്റെ കാര്യം. ഞങ്ങൾക്കെന്താ വീണ അല്ലാണ്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ നോക്കിയിട്ട് അങ്ങ് പോകും. അല്ല സൽഗുണ, ഇങ്ങനെ നിനക്ക് എല്ലാത്തിനും പേടി കുടിക്കാൻ എങ്ങനെയാ? ആ സത്യം പണിക്ക് വിളിച്ചിട്ട് നീ എന്തിനാ പോകാണ്ടിരുന്നേ? സൽഗുണ തലയ്ക്കാ പറ്റിയെന്നു. ഞാൻ പോയി വേഗം ഒരു ആംബുലൻസ് വിളിച്ചിട്ട് തരാം. ആയിക്കോട്ടെ, പെട്ടെന്ന്. ഇത് ഇനി എന്റെ ചോട്ടി കിടക്കണ്ട. അതാ തേങ്ങ ഇനിയും വീഴാൻ സാധ്യതയുണ്ട്. എനിക്ക് ആംബുലൻസ് വരുന്നുണ്ട്, വേഗം അങ്ങോട്ട് എടുക്കാം. ആംബുലൻസ് വേണ്ട, അത് ഭയങ്കര സ്പീഡിലെ പോവുക. അവിടെ പറ്റിയാലോ? ശ്രീധര തോർത്തേക്ക് നേരെ വെക്കണം. സത്യ തുണിയൊന്ന് വലിച്ചിട്ട്. കരയല്ല മക്കളെ, കരയല്ല കറിയൊന്നും വേണ്ട. കരയണ്ട.
കരയല്ല മക്കളെ, കരഞ്ഞിട്ട് കാര്യമില്ല, കരയല്ല. കരയല്ലാന്ന്. കരയില്ല. വിഷമം ഞാക്കൊക്കെ ഉണ്ട്, കരയിലേക്ക്. എന്റെ മോനെ യാവലോ. എന്റെ ജോസാട്ടില് നല്ല എന്റെ പണിക്ക് പോകുന്നതായിരുന്നു. കൊടുത്ത വയ്യെ കൊടുത്തു പോയിട്ട് തേങ്ങ പിടിച്ചല്ലേ ഈ മച്ചൻ ഇങ്ങനെ പറ്റിയതായോ. എന്റെ മക്കളെ നല്ല എന്റെ പണിക്ക് പോകുന്നതായിരുന്നു. കൊടുത്ത വയ്യെ കൊടുത്തു പോയിട്ട് തേങ്ങ പിടിച്ചല്ലേ ഈ മച്ചൻ ഇങ്ങനെ പറ്റിയതായോ. വായിക്കളാ, ഇത് പാലിട്ടിട്ടാണ് വിളക്കിട്ട് പോകുന്നത്. അല്ല എന്നെ ഈ ഫാൻ ചോട്ടിലെ കടത്തി ഇതങ്ങ് പൊട്ടി വീണിക്കുന്ന എന്റെ സ്ഥിതി എന്താ? അങ്ങനെ ശൽഗുണൻ പടമായി.